സോ വർഷങ്ങളായിട്ട് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ആപ്പിൾ ഫാൻസ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആപ്പിൾ പേ. സോ ഫൈനലി ഇന്ത്യയിലേക്ക് വരുന്നു. മോസ്റ്റ് അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലേക്ക് പുതിയ മാക്ബുക്കുകൾ വരുന്നു. 2027 റിലീസ് ചെയ്യുമെന്ന് ലീക്സിലും റൂമേഴ്സിലും അറിഞ്ഞിരുന്ന ഐഫോൺ 18, ദ ബേസ് മോഡൽ ഐഫോൺ 18 അടുത്ത വർഷം റിലീസ് ചെയ്യാൻ പോകുന്നു. വാട്സാപ്പ് ഓൺ യുവർ ആപ്പിൾ വാച്ച്. ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ച ആപ്പിളിൻ്റെ ലോകത്ത് സംഭവിച്ചേക്കുന്നത്. ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ വിതൗട്ട് എനി ഫർദർ ഡ്യൂ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെയും ആവശ്യമില്ലാത്തൊരു കാര്യം ആപ്പിൾ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തു. അതാണ് പുതിയ ആപ്പ് സ്റ്റോർ ഫോർ വെബ് എന്ന് പറയുന്നത്. സോ വെബ് ആപ്പ് സ്റ്റോർ. സോ apps.apple.com എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സിമ്പിൾ ബ്രൗസർ മാത്രം മതി. നിങ്ങളുടെ ഫോണോ കമ്പ്യൂട്ടറോ മാക്കോ ഐപാഡോ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ആപ്പ് സ്റ്റോർ ഒഫീഷ്യലി ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ആക്ച്വലി ഇന്ത്യൻ ആപ്പ് സ്റ്റോർ അല്ല, ഇത് ഗ്ലോബൽ ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടിക്ടോക്ക് പോലുള്ള നമ്മൾ ഇന്ത്യയിൽ ബാൻ ചെയ്തേക്കുന്ന പോലത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ സെർച്ച് ചെയ്താൽ അതിൻ്റെ സെർച്ച് റിസൾട്ടിൽ അല്ലെങ്കിൽ സജഷനിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നതേ ഉള്ളൂ. അല്ലാതെ ഇത് നമുക്ക് വ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനൊന്നും സാധിക്കത്തില്ല. നമ്മൾ ടാപ്പിൻ ചെയ്ത് ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഓപ്പൺ ആയി വരുന്നത് നമ്മുടെ ഇന്ത്യൻ ആപ്പ് സ്റ്റോറാണ്. പക്ഷേ ഇതിൽ നമുക്ക് ആക്സസിബിൾ അല്ല. അതുകൊണ്ടാണ് ഇത് ഇവിടെ ആപ്പ് ഈസ് നോട്ട് കറൻറ്റ്ലി അവൈലബിൾ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. സോ ഇത് ആക്ച്വലി ഗ്ലോബൽ ആപ്പ് സ്റ്റോറാണ്. ഇതിൽ നമുക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ സെർച്ച് ചെയ്യാം, കാണാം. ജസ്റ്റ് ഒരു ബ്രൗസർ മാത്രം മതി എന്നതേ ഉള്ളൂ. 2, ഫൈനലി വാട്സാപ്പ് ഒഫീഷ്യലി ആപ്പിൾ വാച്ചിലും ഇപ്പോൾ അവൈലബിൾ ആണ്. സോ ഇതുവരെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന തേർഡ് പാർട്ടി ക്ലയൻറ്റ് ആപ്ലിക്കേഷൻസ് ഒന്നും യൂസ് ചെയ്യേണ്ട, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നമുക്ക് ആക്ച്വൽ വാട്സാപ്പ് ഇനി മുതൽ ആപ്പിൾ വാച്ചിൽ ലഭിക്കും. ഇത് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ആപ്പിൾ വാച്ചിൻ്റെ ആപ്പ് സ്റ്റോർ ഇതുപോലെ ഓപ്പൺ ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുത്ത് ഏറ്റവും താഴെ വാട്സാപ്പിൻ്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ കാണാം. ഇത് ഡൗൺലോഡ് ചെയ്യുക. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഒന്ന് ആപ്പിൾ വാച്ചുമായിട്ട് കണക്റ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിലുള്ള അതേ വാട്സാപ്പ് നമ്മുടെ ആപ്പിൾ വാച്ചിലും സിങ്ക് ആകുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ഫുൾ ചാറ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ ചാറ്റ് ലിസ്റ്റ്, അതോടൊപ്പം മെസ്സേജുകൾ ടൈപ്പിംഗ് ചെയ്യാം, വോയിസ് മെസ്സേജ് അയക്കാം, വോയിസ് മെസ്സേജ് കേൾക്കാം, ഇമേജുകൾ കാണാം, വീഡിയോ പ്ലേ ചെയ്യാം. ഇങ്ങനെയുള്ള സകല പരിപാടികളും നമുക്ക് ഈ ഒരു വാച്ച് വാട്സാപ്പിൻ്റെ വാച്ച് ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. സോ ഡെഫിനറ്റ്ലി ആപ്പിൾ വാച്ച് യൂസർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഹെഡ് ആൻഡ് ഡൗൺലോഡ്. 3, ആപ്പിൾ പേ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള റൂമറുകളാണ്. എനിക്കിത് റൂമർ എന്ന പേരിലേ പറയാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇതിനൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ എവിടെ നിന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ട്വിറ്ററിൽ കുറച്ച് എക്സിൽ അതോടൊപ്പം ഗൂഗിളിലും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു ക്ലാരിറ്റി ഇല്ല. കാരണം ഇത് ഏത് രീതിയിലാണ് ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. പ്രത്യേകിച്ച് അത് ഒന്നാമത്തെ കാര്യം. 2, ഒഫീഷ്യൽ കൺഫർമേഷൻസ് എവിടെ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. സോ ഈ വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് ക്രോസ് ബോർഡർ പേയ്മെൻറ്റ് ഗേറ്റ് വേ ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ ക്രോസ് ബോർഡർ പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ നമ്മൾ വിദേശ വെബ്സൈറ്റുകളിൽ നിന്ന് ലൈക്ക് ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ നമുക്ക് നിരവധി പേയ്മെൻറ്റ് ഗേറ്റ് വേസ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ തന്നെ നമുക്കറിയാം ഫോൺ പേ ഉണ്ട്, അതുപോലെ റാസപ്പേ ഉണ്ട്. അങ്ങനെ നിരവധി പേയ്മെൻറ്റ് ഗേറ്റ് വേസ് ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ വിദേശ വെബ്സൈറ്റുകളിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ, ഫോറിൻ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അവിടെ അമെക്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ ആപ്പിൾ പേ ഉണ്ട്. ഇന്ത്യയിലില്ലാത്ത ഗൂഗിൾ പേയുടെ മറ്റൊരു വേർഷൻ നമുക്ക് കാണാൻ സാധിക്കും. സോ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഈ ഒരു ക്രോസ് ബോർഡർ പേയ്മെൻറ്റുകൾ നമ്മൾ വിദേശത്തു നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്തോ അങ്ങനെയുള്ള കാര്യങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്ലോബലി യൂസ് ചെയ്യാൻ സാധിക്കുന്ന, അതായത് ആപ്പിൾ പേ ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റുകൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്രോസ് ബോർഡർ പേയ്മെൻറ്റ് ഗേറ്റ് വേ ആയിട്ട് ആപ്പിൾ പേ ഇന്ത്യയിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി അടുത്ത വർഷത്തെ ഐഫോൺ റിലീസുകളെ പറ്റി പറയുമ്പം ഈ ലീക്സും റൂമേഴ്സും ഒക്കെ പറയുമ്പം അല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചെങ്കിലും ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി എന്തോ പറയുന്ന കാര്യമാണെന്ന്. അങ്ങനെയല്ല സംഭവം. ഇത് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ലീക്കേഴ്സ് എന്ന് ഞാൻ പറയുന്നില്ല, അനലിസ്റ്റുകൾ അവർ ഇൻ്റർനെറ്റിൽ പോസ്റ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലത്തുള്ള വീഡിയോസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ അനലിസ്റ്റുകൾ എന്ന് പറയുന്നത് ചുമ്മാ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തവരല്ല. ഫോർ എക്സാമ്പിൾ JP മോർഗനിലെ അനലിസ്റ്റുകൾ, അതുപോലെ മിഞ്ചിക്കോ അദ്ദേഹം ഒരു അനലിസ്റ്റാണ്. പിന്നെ ബ്ലൂംബർഗ് അതൊരു ന്യൂസ് ചാനലാണ്, അതിലെ മാർക്ക് ഗർമൻ, ഇവരെ പോലുള്ള ആളുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുകയും അത് വാലിഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോ ചെയ്യുകയും ചെയ്യുന്നത്. ഈ വർഷം റിലീസ് ചെയ്ത ഐഫോൺ 17 റിലീസ് ചെയ്തതിന് ഉടനെ തന്നെ നമുക്കറിയാൻ സാധിച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അടുത്ത വർഷം ആപ്പിൾ റിലീസ് ചെയ്യാൻ പോകുന്ന ഐഫോണുകളുടെ ആ ഒരു റിലീസിങ് രീതികളിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ആദ്യം ഐഫോൺ 17e സീരീസ്, അതായത് ഇപ്പം 16e ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ആപ്പിളിൻ്റെ ലോവർ എൻഡ് വേർഷൻ ഐഫോൺ ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. അതിന് ശേഷമായിരിക്കും ഐഫോൺ 18 സീരീസിലെ 3 ഫോണുകൾ റിലീസ് ചെയ്യാൻ പോകുന്നു. ബേസ് മോഡൽ 18 ഒന്നും കാണില്ല, പിന്നീട് 2027 അത് വരത്തുള്ളൂ. അങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അതിനെല്ലാം ഇപ്പം മാറ്റങ്ങൾ സംഭവിച്ചേക്കുവാണ്.
അതിൻ്റെ ഒരേ ഒരു കാരണക്കാരൻ എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഇദ്ദേഹമാണ്. ഐഫോൺ എയർ. ഈ ഒരൊറ്റ ഒരാൾ കാരണമാണ് ഇപ്പം ആ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം മാറ്റം വരുത്തേണ്ടി വന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സെയിൽസ്. ആപ്പിൾ ഉദ്ദേശിച്ച രീതിയിൽ ഐഫോൺ എയറിന് അത്രത്തോളം ഒരു ഫാൻ ബേസ് ഉണ്ടായില്ല, സെയിൽസും അതുപോലെ നടന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിലവിൽ ആപ്പിൾ താൽക്കാലികമായിട്ട് എയർ 2 പരിപാടികളൊക്കെ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തിട്ട് നോർമൽ ഐഫോൺ ലൈനപ്പിനെ പ്രോപ്പറായിട്ട് റിലീസ് ചെയ്യാനാണ് പദ്ധതികൾ. അതിൽ ഐഫോൺ 18 കാണും, 18 Pro കാണും, 18 Pro Max കാണും. സോ 4ാമത്തെ ഫോൺ എന്ന് പറയുന്നത് നമുക്കവിടെ പ്ലസും ഇല്ല, മിനിയും ഇല്ല, എയറും ഇല്ല. അതിന് പകരം ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഫോൾഡബിൾ ഫോണായിരിക്കും ഐഫോൺ ഫോൾഡ്. അതിൻ്റെ പേര് ഇതായിരിക്കും എന്നുള്ള കാര്യത്തിലൊന്നും കൺഫർമേഷൻ ആയിട്ടില്ല. പക്ഷേ ഫോൾഡബിൾ സീരീസിലുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു ഫോൺ നെക്സ്റ്റ് ഇയർ ലൈനപ്പിലുണ്ടായിരിക്കും. അലോങ് വിത്ത് ദാറ്റ് ബേസ് മോഡൽ ഐഫോൺ 18 ആൻഡ് ഐഫോൺ 18 Pro Max. ഇതിൽ ബേസ് മോഡൽ 18 സീരീസിൻ്റെ ഡിസൈനിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. ഇപ്പം നിലവിൽ നമ്മൾ ഐഫോൺ 17 Pro ഉള്ള അതേ രീതിയിൽ ഏകദേശം, അതായത് ഈ ഒരു ഒറ്റ കണ്ണനെ എടുത്തു കളഞ്ഞാൽ 2 ക്യാമറ വന്ന് അതുപോലത്തെ ക്യാമറ മൊഡ്യൂളും ഇങ്ങനെ പ്രൊട്യൂഡ് ചെയ്ത് നിൽക്കുന്ന ക്യാമറ മൊഡ്യൂളും കൂടെ ഉണ്ടെങ്കിൽ ഫോൺ എങ്ങനെ ഇരിക്കും ആ രീതിയിലായിരിക്കും ഐഫോൺ 18 വരാൻ പോകുന്നത്. പിന്നീട് 18 Pro ആൻഡ് Pro Max അതിൻ്റെ ഡിസൈനിലോ ലുക്കിലോ ഒന്നും യാതൊരു വ്യത്യാസം ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടാകത്തില്ലായിരിക്കും. ഇതേ രീതിയിൽ തന്നെയായിരിക്കും പോകാൻ പോകുന്നത്. പിന്നെ പറഞ്ഞു വരുമ്പം ആകെ ഒരു വ്യത്യാസം വരാൻ പോകുന്നത് അറിഞ്ഞിടത്തോളം കളേഴ്സിലാണ്. പുതിയ 3 കളേഴ്സ്, ഒന്നൊരു കോഫി കളറ്, പിന്നെ ബർഗണ്ടി ആൻഡ് 3 ഒരു പർപ്പിൾ കളർ. ഈ 3 കളേഴ്സിൽ ഏതെങ്കിലും ഒരു കളറിലോ അല്ലെങ്കിൽ 2 കളേഴ്സിലോ നമുക്ക് ഡിഫറെൻറ്റ് കളർ വേരിയൻസിൽ 18 Pro വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്നാൽ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് പറഞ്ഞുകൂടാ, മേജറായുള്ള മാറ്റം വരാൻ പോകുന്ന ഫ്രണ്ടിലാണ്. സംഭവം നമ്മുടെ ഡൈനാമിക് ഐലൻഡാണ്. ഈ ഒരു ഡൈനാമിക് ഐലൻഡ് ആപ്പിൾ ഈ വർഷം റിലീസ് ചെയ്യാൻ പോകുന്ന പുതിയ മോഡൽസിൽ ഷ്രിങ്ക് ഡൗൺ ചെയ്യുവാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പം നിലവിലുള്ള ഇത്രയും വലുപ്പത്തിലുള്ള ഡൈനാമിക് ഐലൻഡ് അല്ലായിരിക്കും, പകരം ഇതിൻ്റെ ഒരു ഷ്രിങ്ക് ഡൗൺ വേർഷൻ ആയിരിക്കും ആപ്പിൾ നെക്സ്റ്റ് ഇയർ ഐഫോൺ 18 മോഡൽസിൽ കൊണ്ടുവരാൻ പോകുന്നത്. എന്നാൽ ഇനി വരാൻ പോകുന്ന ഇതിനേക്കാൾ മികച്ചതാണ്. പറയുമ്പം ഇച്ചിരി ഓവറാണ്, തള്ളാണെന്ന് വിചാരിക്കില്ല, പക്ഷേ ഇതാണ് സത്യം. 2027 വരാൻ പോകുന്നത് ഐഫോണിൻ്റെ ആനിവേഴ്സറി എഡിഷനാണ്. അതായത് നമ്മൾ നോർമൽ ഐഫോണിൽ നിന്ന് ഐഫോൺ 10 എന്ന് പറയുന്നത് 10th ആനിവേഴ്സറി എഡിഷൻ ആയിരുന്നു. സോ എന്ന് പറഞ്ഞ പോലെ ഐഫോണിൻ്റെ 20ാമത്തെ ആനിവേഴ്സറി എഡിഷനാണ് ഐഫോൺ 20 എന്ന് പറയുന്നത്. സോ 19 ആപ്പിൾ നൈസായിട്ട് അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് 18 നിന്ന് ഡയറക്റ്റ് 2027 20ലേക്കാണ് പോകുന്നത്. അതിലേക്ക് വരുമ്പം അണ്ടർ ഡിസ്പ്ലേ ക്യാമറ ആയിരിക്കും. ഫ്രണ്ടിൽ നമുക്ക് നോച്ചോ അങ്ങനത്തെ ക്യാമറ പഞ്ച് ഹോളോ ഒന്നും കാണാൻ സാധിക്കില്ല, എല്ലാം അണ്ടർ ഡിസ്പ്ലേ ആയിരിക്കും പോകുന്നത്. ആ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. പക്ഷേ ഇത് ഓൾറെഡി പല ബ്രാൻഡുകൾ ചെയ്ത് പരീക്ഷിച്ച് തോറ്റിട്ടുള്ള കാര്യമാണ്. ഈ ഡിസ്പ്ലേക്ക് അകത്ത് വരുന്ന ഈ ക്യാമറയുടെ സെൻസറും അതുമായിട്ടുള്ള പോർഷൻസിലൊക്കെ ഇഷ്യൂസ്, കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ ആകാറുണ്ട്. പക്ഷേ ആപ്പിളിന് പുതിയൊരു പേറ്റൻറ്റഡ് ടെക്നോളജിയാണ്. പ്രത്യേകിച്ച് ആപ്പിളിൻ്റെ ഫോൾഡിൽ വരാൻ പോകുന്ന ആപ്പിളിൻ്റെ ക്രീസ്, നമുക്കിപ്പം സാംസങ്ങിലും മറ്റുള്ള ബ്രാൻഡുകളിലും കാണുന്ന പോലത്തെ ക്രീസിങ് വളരെ മിനിമലായിട്ടുള്ള രീതിയിലുള്ള ക്രീസിങ് വരുന്ന രീതിയിലുള്ള ഡിസ്പ്ലേ പാനലാണ് ആപ്പിൾ ഉപയോഗിക്കാൻ പോകുന്നത്. അത് ആപ്പിളിൻ്റെ പേറ്റൻറ്റഡ് ടെക്നോളജിയാണ്. അങ്ങനെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഇന്നോവേഷൻസ് ആണ് നമ്മളെ കാത്തിരിക്കുന്ന മുന്നോട്ട് പോകുമ്പം. ഐഫോൺ കഴിഞ്ഞാൽ പിന്നീട് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു മാറ്റം വരാൻ പോകുന്നത് നമ്മുടെ ഐപാഡ് മിനിക്കാണ്. സോ OLED പാനലുള്ള ഒരു ഐപാഡ് മിനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും ഇതിൻ്റെ ഒരു പ്രൗഢി എന്ന് പറയുന്നത്. നിലവിൽ ഐഫോൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ റിലയബിൾ ആയിട്ടുള്ള ഐപാഡ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരേ ഒരു ഐപാഡുള്ളൂ, അതാണ് ഐപാഡ് മിനി. ഈ ഒരു മുതൽ മാത്രമാണ് നമുക്ക് ഐഫോണിൻ്റെ എല്ലാ ഒരു സീംലെസ് അല്ലെങ്കിൽ ആ ഒരു ഫീലും, എന്നാൽ നമുക്ക് ഐപാഡിൻ്റെ ഒരു ടാബ്ലറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജും ലഭിക്കുന്ന ഒരേ ഒരു ഡിവൈസാണ് ഈ ഒരു ഐപാഡ് മിനി. ഇത് നിങ്ങൾക്ക് പോക്കറ്റിൽ ഇട്ടുകൊണ്ടും പോകാം, എന്നാൽ അത്യാവശ്യം നല്ല കമ്പ്യൂട്ടേഷണൽ പവറും വലിയ ലാർജ് ഡിസ്പ്ലേ ആൻഡ് നിങ്ങൾക്ക് ഐഫോണിൽ ചെയ്യാൻ സാധിക്കുന്നതിനേക്കാൾ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ചെയ്യാം ബിക്കോസ് ഓഫ് ദി ലാർജ് ഡിസ്പ്ലേ. സോ ഈ ഒരു മോഡലിന് കംപ്ലീറ്റ് ഒരു അപ്ഗ്രേഡാണ് വരാൻ പോകുന്നത്. അതാണ് ഐപാഡ് മിനി 8th ജനറേഷൻ. സോ ഇതിൻ്റെ ഏറ്റവും മേജർ അപ്ഗ്രേഡ് ഇതിൻ്റെ ഡിസ്പ്ലേയിലാണ്. OLED പാനൽ കൊടുക്കാൻ പോകുന്നു. LCD പാനലാണ് ഇപ്പം കറൻ്റ് ഉള്ളത്, അത് മാറ്റി OLED പാനൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേ ബെസൽസിലും കാര്യമായിട്ടുള്ള ഡിഫറൻസ് എക്സ്പെക്ട് ചെയ്യാം. സോ എൻ്റയർ മോഡൽ ഇതിൻ്റെ ഈ ഒരു ലുക്ക് തന്നെ മാറും. ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറേയും കൂടെ തിന്നറാകാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ഡിസൈൻ ഷാസി അല്ലെങ്കിൽ ഇതിൻ്റെ കേസിങ്ങിലും വ്യത്യാസം വരുന്നുണ്ട് എന്നാണ് വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള മിഞ്ചി അല്ലെങ്കിൽ മിഞ്ചി പറഞ്ഞത്. ഒപ്പം ഇതിനെ പവർ ചെയ്യാൻ പോകുന്നത് A18 Pro വിത്ത് 12 GB റാം ആയിരിക്കും.
അങ്ങനെ നോക്കുവാണെങ്കിൽ മൊത്തത്തിലൊരു തീപ്പൊരി ഐറ്റം ആയിരിക്കും ഈ ഒരു ഐപാഡ് മിനി 8 എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടറാണിത്. കാരണം ലിറ്ററലി ഈ ഒരു ഡിവൈസിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കും. നിങ്ങൾക്കൊരു ഫോൺ യൂസ് ചെയ്യുന്ന പോലെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് കൊണ്ടു നടക്കാം. നിങ്ങൾക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാം, റെൻഡർ ചെയ്യാം, കണ്ടന്റ് ക്രിയേഷൻ ഉപയോഗിക്കാം. ഞാൻ ഈ വീഡിയോസിൻ്റെ ഒക്കെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഐപാഡ് മിനിയിലാണ്. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഒറ്റ ഡിവൈസ് മതി ചെയ്യാൻ സാധിക്കും. ഇതോടൊപ്പം മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്കൊരു ഏറ്റവും കുറഞ്ഞ ഐഫോൺ എടുക്കുന്ന ആ ഒരു പ്രൈസിന്, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു ഐപാഡ് എടുക്കുന്ന പ്രൈസിന് നിങ്ങൾക്കൊരു മാക്, അതും ഒരു മാക് മിനിയോ വെറും ഒരു മാക്കല്ല, മാക് ബുക്ക് നിങ്ങൾക്ക് ലഭിക്കും. സോ അങ്ങനെ ഒരു അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലേക്ക് ഒരു മാക് കൊണ്ടുവരാൻ പോകുന്നു. അതാണ് 13 ഇഞ്ച് ഡിസ്പ്ലേയോടെ വരുന്ന ആപ്പിൾ ഒരു 5-6 കൊല്ലത്തിന് മുന്നേ നിർത്തിപ്പോയ ആ ഒരു നോർമൽ മാക് ബുക്ക് തിരികെ കൊണ്ടുവരുവാണ്. ഇത്തവണ ഇത് വരുന്നത് കാര്യമായിട്ടുള്ള ഒരു അപ്ഗ്രേഡോടാണ്. ഇതിൻ്റെ എൻറ്റയർ ഡിസൈൻ തന്നെ കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തേക്കുവാണ്. എന്നാൽ ഇതിൻ്റെ ഇൻറ്റേർണൽസ് ആണ് നമ്മളെ അതിശയിപ്പിക്കുന്നത്. ആപ്പിൾ അല്ലെങ്കിൽ മാക് നോർമലി വർക്കായി നമ്മൾ കണ്ടിട്ടുള്ളത് ഇൻറ്റൽ ചിപ്പിലായിരുന്നു. പിന്നീട് ആപ്പിളിൻ്റെ M സീരീസ് ചിപ്പിലേക്ക് വന്നു. സോ M സീരീസ് ചിപ്പ് നമുക്കറിയാം M1, M2, M5 വരെയാണ് ഇപ്പോൾ ഉള്ളത്. അതേ പ്രോസസ്സർ തന്നെയാണ്, അല്ലെങ്കിൽ SoC തന്നെയാണ് ആപ്പിൾ ഐപാഡ് പ്രോ, ഐപാഡ് എയറിലൊക്കെ യൂസ് ചെയ്യുന്നത്. എന്നാൽ അതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഈ മാക് OS അല്ലെങ്കിൽ ഈ മാക് ബുക്ക് വരാൻ പോകുന്നത് ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഫോൺ എയർ അല്ലെങ്കിൽ 17 Pro റൺ ചെയ്യുന്ന മൊബൈൽ ചിപ്പിൽ, അല്ലെങ്കിൽ മൊബൈൽ സീരീസ് A സീരീസ് ചിപ്പിലാണ് വരാൻ പോകുന്നത്. M സീരീസ് അല്ല, A സീരീസ് ചിപ്പ്. അതിൽ 2 കോൺഫിഗറേഷനാണ് നിലവിൽ ടെസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് A19 Pro ചിപ്പ് പ്ലസ് 16 GB റാം, മറ്റൊന്ന് A18 Pro ചിപ്പ് പ്ലസ് 16 GB റാം. കാരണം ബേസ് മോഡൽ മാക്കിനെല്ലാം ഇപ്പം 16 GB റാമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ 2 കോൺഫിഗറേഷനിൽ ഏതിൽ വന്നാലും നമുക്ക് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ A18ഉം A19 Proയും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളാണ്, വളരെ ചെറിയ വ്യത്യാസങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. സോ അതുകൊണ്ട് റിയൽ ലൈഫ് യൂസേജിലേക്ക് വരുമ്പം ഇത് വലിയ കാര്യമുള്ള കാര്യമല്ല. സോ M സീരീസിൽ റൺ ചെയ്യുന്ന ഒരു OS A സീരീസിൽ റൺ ചെയ്യുന്ന ഒരു ചിപ്പിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ ആ ഒരു രീതി, ദ വേ ഓഫ് ഇൻറ്റഗ്രേഷൻ, അതാണ് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ 2 പ്രോസസ്സറും നമുക്കറിയാം, A18 ആണെങ്കിലും A17 Pro ഒക്കെ ആണെങ്കിലും വളരെ പവർഫുള്ളാണ്. കാരണം ഫസ്റ്റ് ജനറേഷൻ A17 Proയിൽ നമുക്ക് റേ ട്രേസിങ്, ഗെയിം കളിക്കുമ്പോൾ റേ ട്രേസിംഗ് എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ടായിരുന്നു. അതിൻ്റെ അപ്ഗ്രേഡഡ് നെക്സ്റ്റ് ലെവലാണ് A18ലേക്ക് വന്നത്. അതിനേക്കാൾ സ്ലൈറ്റ്ലി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള വേർഷനാണ് A19 അതുകൊണ്ട് തന്നെ AAA ടൈറ്റിൽസ് ഉള്ള ഗെയിം പോലും നമുക്ക് പുഷ്പം പോലെ ഈ പറഞ്ഞ റേ ട്രേസിംഗ് പോലുള്ള ഹൈ എൻഡ് ഫങ്ഷണാലിറ്റീസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മളുടെ A സീരീസ് ചിപ്പുകൾ M സീരീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. സോ ഇങ്ങനൊരു മാക് നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റിലെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിൽക്കുന്ന നോർമൽ ലാപ്ടോപ്പുകൾക്കും അല്ലെങ്കിൽ ഐപാഡുകൾക്കും മാക്കുകൾക്കും പോലും ഭീഷണിയാണ് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ നിങ്ങൾ ഫോളോ ചെയ്യുക. സോ വൺസ് അഗെയിൻ, ദിസ് ഇസ് മിലൻ. Catch you guys next one. Until then, peace.